വിജയങ്ങൾ മാത്രം പോരാ, ഉടൻ ഫലം വേണമെന്ന വാശി. റയൽ മാഡ്രിഡ് എന്ന ക്ലബ് വീണ്ടും അതിന്റെ പഴയ രീതി തുടരുകയാണ്. കേവലം 7 മാസങ്ങൾ മാത്രം നൽകി സാബി അലോൺസോ എന്ന തന്ത്രജ്ഞനെ പടിയിറക്കുമ്പോൾ മാനേജ്മെന്റ് മറന്നുപോകുന്ന ചില കണക്കുകളുണ്ട്. ഇത് അലോൺസോയുടെ പരാജയമാണോ അതോ റയൽ മാഡ്രിഡിന്റെ തിരക്കുപിടിച്ച തീരുമാനമോ? 34 മത്സരങ്ങളിൽ നിന്ന് 24 വിജയങ്ങൾ. ഒരു പുതിയ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് മോശം കണക്കല്ല. ആൻസലോട്ടിക്ക് ശേഷം ടീമിനെ ഉടച്ചു വാർക്കാൻ ശ്രമിച്ച അലോൺസോയ്ക്ക് ലഭിച്ചത് വെറും 210 ദിവസങ്ങൾ മാത്രമാണ്. ബാഴ്സലോണയോട് 3-2 തോറ്റു എന്നത് സത്യമാണ്. പക്ഷെ അവസാന നിമിഷം വരെ പൊരുതുവീണ ആ പോരാട്ടം അലോൺസോയുടെ തന്ത്രങ്ങൾ ശരിയായ ദിശയിലായിരുന്നു എന്നതിന്റെ തെളിവാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനെ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പ്രാപ്തനായിരുന്നു. ലാ ലീഗയിൽ ബാഴ്സലോണയുമായുള്ള പോയിന്റ് വ്യത്യാസം കുറച്ചുകൊണ്ടുവരുന്നതിനിടയിലാണ് ഈ പുറത്താക്കൽ. ഇവിടെ കോച്ച് ആവശ്യപ്പെട്ട കളിക്കാരെ പോലും ക്ലബ്ബ് നൽകിയില്ല. സ്വന്തം സ്ക്വാഡ് രൂപപ്പെടുത്താൻ അവസരം കിട്ടാത്ത ഒരു പരിശീലകനെ ഫലം നോക്കി മാത്രം വിധിക്കാനാകുമോ? ഒരു ടീമിനെ സെറ്റ് ചെയ്യാൻ സമയം നൽകാതെ പരീക്ഷണങ്ങൾക്കിടയിൽ പരിശീലകനെ മാറ്റുന്നത് ടീമിന്റെ താളം തെറ്റിക്കില്ലേ? റയലിന്റെ ഇതിഹാസ താരമായിട്ടും ഒരു കോച്ച് എന്ന നിലയിൽ അലോൺസോയ്ക്ക് അർഹിച്ച പിന്തുണ ക്ലബ് അധികൃതർ നൽകിയോ എന്നത് ചോദ്യചിഹ്നമാണ്. പരസ്പര ധാരണ പ്രകാരമാണ് മാറ്റമെന്ന് ക്ലബ്ബ് പറയുമ്പോഴും ആരാധകർക്കിടയിൽ അതൃപ്തി പുകയുന്നുണ്ട്. അർബലോവോ വരുന്നത് മാഡ്രിഡിസ്റ്റുകൾക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിലും അലോൺസോയെ ഇത്തരത്തിൽ ഒഴിവാക്കിയത് ശരിയായില്ല എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടാണ്. ക്യാപ്പല്ലോ, ബെനിറ്റസ്, ലോപെറ്റേഗി, സോളാരി. ഫലം വൈകിയപ്പോൾ സമയം കിട്ടാതെ പുറത്താക്കപ്പെട്ട പരിശീലകരുടെ പട്ടിക റയൽ മാഡ്രിഡിന് പുതുമയല്ല. ആയുധങ്ങളില്ലാതെ യുദ്ധം ജയിക്കാൻ പറഞ്ഞാൽ ആ തോൽവി ഒരു കോച്ചിന്റേതല്ല, മറിച്ച് സംവിധാനത്തിൻ്റെതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.